നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പശ്ചിമേഷ്യൻ സംഘർഷം അത് ആക്രമണം നടക്കുന്നില്ല, അല്ലെങ്കിൽ അക്ഷരാർത്ഥത്തിൽ സംഘർഷം നടക്കുന്നില്ല എങ്കിൽ കൂടി അവിടെ പ്രതിസന്ധി ഒഴിയുന്നില്ല. കാരണം അമേരിക്ക അതിശക്തമായി തന്നെ ഇറാൻ്റെ തുറമുഖങ്ങളെ ഉപരോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇറാൻ്റെ തുറമുഖങ്ങളെ അമേരിക്ക ഉപരോധിക്കുന്നത് കൊണ്ട് തന്നെ ഇറാൻ ഹോർമൂസ് കടലിടുക്ക് അടച്ചിട്ടിരിക്കുകയാണ്. എണ്ണ നീക്കം നടക്കുന്നില്ല. ചരക്ക് കപ്പലുകൾ, ആയിരക്കണക്കിന് ചരക്ക് കപ്പലുകളാണ് ഇപ്പോൾ ഹോർമൂസിൽ കുടുങ്ങിക്കിടക്കുന്നത്. അത് വലിയ രീതിയിലുള്ള പ്രതിസന്ധി ലോകരാജ്യങ്ങളുടെ ഇടയിൽ സൃഷ്ടിച്ചിരിക്കുന്നു. പാചകവാതക പ്രതിസന്ധി അത് വലിയ രീതിയിൽ നമ്മുടെ തൊട്ട് അടുത്ത് നിൽക്കുന്നു. ഇന്ന് തന്നെ വാണിജ്യ സിലിണ്ടറുകൾക്ക് ഇന്ത്യയിൽ വില കൂടിയത് ഏകദേശം 1000 രൂപയാണ്. ഒറ്റയടിക്ക് 1000 രൂപ വാണിജ്യ സിലിണ്ടറുകൾക്ക് വില വർദ്ധിപ്പിച്ചിരിക്കുന്നു. ഗാർഹിക സിലിണ്ടറുകൾക്ക് തൽക്കാലം വില വർധനവ് പ്രാബല്യത്തിൽ വന്നിട്ടില്ല, പക്ഷേ അതും വരാനുള്ള സാധ്യതയുണ്ട്. ഇതിൻ്റെ എല്ലാം കാരണം ഹോർമൂസ് കടലിടുക്ക് അടഞ്ഞു കിടക്കുന്നതാണ്. പശ്ചിമേഷ്യയിൽ സംഘർഷം തുടരുന്നതാണ്. ഇറാനും അമേരിക്കയും അവരവരുടെ നിലപാടുകളിൽ അയയാതെ നിൽക്കുന്നത് കൊണ്ടാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. അതേസമയം ഈ ഒരു ആക്രമണം പുനരാരംഭിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് അമേരിക്ക ഇപ്പോൾ സൂചന നൽകുകയാണ്. ഇറാനെതിരായിട്ടുള്ള ആക്രമണം പുനരാരംഭിക്കേണ്ടി വരും എന്ന് ഡൊണാൾഡ് ട്രംപ് പറയുന്നുണ്ട്. അതിന് ആവശ്യമായ പ്രവർത്തനങ്ങൾ ട്രംപ് ഭരണകൂടം നടത്തുന്നുമുണ്ട് എന്ന് ഏതാനും ചില ഉദ്യോഗസ്ഥർ സൂചന നൽകുന്നുമുണ്ട്. അതായത് ഡൊണാൾഡ് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം, അമേരിക്കൻ നിയമങ്ങൾ പറയുന്നത് ഒരു കാരണവശാലും ഈ യുദ്ധപ്രഖ്യാപനം നടത്താൻ, അല്ലെങ്കിൽ യുദ്ധം നടത്താൻ പ്രസിഡന്റിന് അവകാശമില്ല. ആ യുദ്ധപ്രഖ്യാപനം, അല്ലെങ്കിൽ മറ്റൊരു രാജ്യവുമായി യുദ്ധം ചെയ്യാനുള്ള ഒരു പ്രഖ്യാപനം അത് നടത്തേണ്ടത് കോൺഗ്രസ് ആണ്, അമേരിക്കയുടെ പാർലമെൻറ്റാണ്. അത് ഇതുവരെ കോൺഗ്രസ് നൽകിയിട്ടില്ല. പക്ഷേ അമേരിക്കൻ നിയമങ്ങൾക്കനുസരിച്ച് അടിയന്തിരമായി സൈനികമായി ഇടപെടേണ്ട സാഹചര്യം വന്നാൽ അമേരിക്കൻ പ്രസിഡന്റിന് അങ്ങനെ ഒരു യുദ്ധം നടത്താം. പക്ഷെ അതിന് ഔദ്യോഗികമായി യുദ്ധമെന്ന് പറയാൻ കഴിയില്ല. പക്ഷെ അത് 60 ദിവസത്തിനുള്ളിൽ ഈ അമേരിക്കൻ കോൺഗ്രസ്, അല്ലെങ്കിൽ അമേരിക്കയുടെ പാർലമെൻറ്റ് അംഗീകരിക്കണമെന്ന് മാത്രം. അങ്ങനെ ഒരു അംഗീകാരം ഇതുവരെ നൽകിയിട്ടില്ല അമേരിക്കൻ കോൺഗ്രസ്. മാത്രമല്ല, ആ ഒരു 60 ദിവസ കാലാവധി ഇന്ന് അവസാനിക്കുകയാണ്. നാളത്തോടുകൂടി പ്രസിഡന്റിന് യുദ്ധം ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ സൈനിക ഇടപെടൽ പശ്ചിമേഷ്യയിൽ നടത്തണമെങ്കിൽ പാർലമെൻറ്റിൻ്റെ അംഗീകാരം വേണം. അതിനായി പാർലമെൻറ്റിനെ സമീപിക്കണം. അല്ലെങ്കിൽ പാർലമെൻറ്റിനോട് തന്നെ ഈ ഒരു 60 ദിവസത്തെ സമയം, അല്ല അല്പസമയം കൂടി നീട്ടിക്കിട്ടാനുള്ള ഒരു തീരുമാനം കൈക്കൊള്ളണം. അങ്ങനെ ഇത് നീട്ടാനുള്ള ഒരു തീരുമാനത്തിൽ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള നടപടിക്രമങ്ങളിലേക്ക് അമേരിക്കൻ ഭരണകൂടം കടക്കുന്നു എന്നാണ് സൂചന. കാരണം കഴിഞ്ഞ കുറേ നാളുകളായി, ഫെബ്രുവരി 28-നാണ് ഇത്തരത്തിലൊരു സംഘർഷം ആരംഭിച്ചത്. ആദ്യ ദിവസം തന്നെ ഇറാൻ്റെ ഈ പരമോന്നത നേതാവ് അയത്തുള്ള ഖമീനി കൊല്ലപ്പെട്ടിരുന്നു. ഇസ്രായേലും അമേരിക്കയും സംയുക്തമായി കനത്ത ആക്രമണമാണ് ഇറാനിൽ കുറേ ദിവസങ്ങൾ നടത്തിയത്. ഇത് ഇറാൻ്റെ നട്ടലൊടിച്ചു എന്ന കാര്യത്തിൽ തർക്കമില്ല. ഇറാൻ്റെ അടിസ്ഥാന സൗകര്യങ്ങൾ നശിപ്പിച്ചു. ഇറാൻ്റെ എണ്ണപ്പാടങ്ങൾ, അതുപോലെ തന്നെ ഇറാൻ്റെ ഇലക്ട്രിക് അല്ലെങ്കിൽ പവർ ജനറേറ്ററുകൾ, ഇതെല്ലാം തന്നെ ആക്രമിക്കുമെന്നുള്ള ഭീഷണി നൽകിയിരുന്നു. ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങളിൽ ആക്രമണം നടന്നു. ഇറാൻ ഒരു കാരണവശാലും ആണവായുധം വികസിപ്പിക്കാൻ പാടില്ലെന്നും ഇറാൻ ഹോർമൂസ് കടലിടുക്ക് തുറക്കണമെന്നുമാണ് അമേരിക്ക ആവശ്യപ്പെട്ടിരുന്നത്. എന്നാൽ ഇറാൻ അതിന് പ്രത്യാക്രമണം നടത്തുന്നു. ഇറാൻ്റെ പ്രത്യാക്രമണം മുഴുവൻ നടക്കുന്നത് ഗൾഫിലെ അമേരിക്കൻ കേന്ദ്രങ്ങൾക്ക് നേരെയാണ്. മാത്രമല്ല, ഗൾഫ് രാജ്യങ്ങളുടെ അടിസ്ഥാന സൗകര്യ മേഖലയിലേക്കും ഇറാൻ പ്രത്യാക്രമണം നടത്തിയിരുന്നു. അമേരിക്കയുടെ സേനാ കേന്ദ്രങ്ങൾക്ക് നേരെ തങ്ങൾ ആക്രമണം നടത്തും എന്ന് ഇറാൻ അറിയിച്ചിരുന്നെങ്കിലും പിന്നീട് ഗൾഫ് രാജ്യങ്ങളുടെ ഖത്തർ, UAE, അതുപോലെ ബഹ്റൈൻ, ഇങ്ങനെയുള്ള സൗദി അറേബ്യ, ഇങ്ങനെയുള്ള രാജ്യങ്ങളുടെ എണ്ണപ്പാടങ്ങൾക്ക് നേരെയും സിവിൽ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് നേരെയുമൊക്കെ ആക്രമണം നടക്കുന്നത് നമ്മൾ കണ്ടതാണ്. അതായത് ഇത്തരം രാജ്യങ്ങളിൽ ജനങ്ങളുടെ കുടിവെള്ളത്തിൻ്റെ സ്രോതസ്സ് എന്ന് പറഞ്ഞാൽ ഈ കടൽ ജലം ശുദ്ധീകരിച്ച് കുടിവെള്ളമാക്കി മാറ്റുന്ന പ്ലാന്റുകളാണ്. അത്തരം പ്ലാന്റുകളെ ആക്രമിച്ചാൽ ജനങ്ങളുടെ കുടിവെള്ളം മുട്ടിപ്പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. എന്നാൽ ഇറാൻ അതുപോലും ചെയ്തു എന്നുള്ളതാണ്. ബഹ്റൈനിലേതടക്കമുള്ള കുടിവെള്ള പ്ലാന്റുകൾക്ക് നേരെ ആക്രമണം നടത്തുന്ന സാഹചര്യം ഉണ്ടായി. എന്തായാലും ഹോർമൂസിൽ ഈ കപ്പൽ ഗതാഗതം തടസ്സപ്പെട്ടത് വലിയ രീതിയിലുള്ള പ്രതിസന്ധി ഉടലെടുത്തിരുന്നു. ഈ സാഹചര്യത്തിലാണ് അമേരിക്കയും അതുപോലെ തന്നെ ഇറാനും തമ്മിലൊരു താൽക്കാലിക വെടിനിർത്തൽ ഉണ്ടാകുന്നത്. ഇതിന് മധ്യസ്ഥം വഹിച്ചത് പാകിസ്ഥാനാണ്. ഈ വെടിനിർത്തലിനെ തുടർന്ന് നടന്ന ചർച്ചകൾ, അത് ആദ്യ റൗണ്ട് പരാജയപ്പെട്ടിരുന്നു. രണ്ടാം റൗണ്ട് ചർച്ചകൾ നിശ്ചയിച്ചിരുന്നെങ്കിലും അത് നടന്നില്ല. ഒടുവിൽ നേരിട്ട് ചർച്ച ചെയ്യില്ല എന്ന് പറഞ്ഞ ഇറാൻ ഇപ്പോൾ പാകിസ്ഥാനുമായും അതുപോലെ തന്നെ തുർക്കിയുമായും
റഷ്യയുമായും ഒക്കെ ആശയവിനിമയം നടത്തുന്നുണ്ട്. പാകിസ്ഥാൻ മുഖാന്തരം അമേരിക്കയ്ക്ക് നൽകിയ നിർദ്ദേശങ്ങൾ അമേരിക്ക തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. അമേരിക്ക പറയുന്നത് പ്രധാനമായും ആണവ ആയുധങ്ങൾ അത് ഉണ്ടാക്കുന്നതിൽ നിന്ന് ഇറാൻ പിന്മാറണമെന്നാണ്. മാത്രമല്ല ഇതുവരെ സമ്പുഷ്ടീകരിക്കപ്പെട്ടിട്ടുള്ള ആണവായുധം, അതായത് യുറേനിയം, അത് അമേരിക്കയ്ക്ക് കൂടി സ്വീകാര്യമായ ഒരു സ്ഥലത്തേക്ക് മാറ്റണം എന്നും അമേരിക്ക പറയുന്നുണ്ട്. അതോടൊപ്പം ഹോർമോസ് കടലിടുക്ക് തുറന്നു കൊടുക്കണം, പൂർണ്ണമായും ഇറാൻ അതിൽ നിന്ന് പിന്മാറണം എന്ന് പറയുന്നുണ്ട്. അതോടൊപ്പം ഇതുവരെയുള്ള യുദ്ധങ്ങളുടെ ചെലവ്, നഷ്ടപരിഹാരം അത് തങ്ങൾക്ക് തരണമെന്ന് ഇറാൻ ആവശ്യപ്പെടുന്നുണ്ട്. അതൊരിക്കലും തരാൻ കഴിയില്ല എന്ന് അമേരിക്കയും പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ചുരുങ്ങിയ പക്ഷം ഈ ആണവായുധങ്ങൾ നിർമ്മിക്കുന്ന കാര്യത്തിലെങ്കിലും ഒരു തീരുമാനമുണ്ടായാൽ അമേരിക്ക ഇക്കാര്യത്തിൽ ആക്രമണം നിർത്താനും ഈ ഉപരോധം പിൻവലിക്കാനും ഒക്കെയുള്ള സാധ്യതയുണ്ട് എന്ന് കാണുന്നുണ്ട്. അമേരിക്കയുടെ ഈ ഉപരോധം കാരണം ഇന്ത്യക്കടക്കം ഇറാനിൽ വികസിപ്പിച്ചുകൊണ്ടിരുന്ന ചബഹാർ തുറമുഖത്തിൽ നിന്നും പിന്മാറേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആഗോള പ്രതിസന്ധി തന്നെ പശ്ചിമേഷ്യയിൽ ഇപ്പോൾ ഉടലെടുത്തു കഴിഞ്ഞിരിക്കുന്നു. ആ സാഹചര്യത്തിലാണ് യുദ്ധം ഇനിയും നീട്ടേണ്ടി വരുമെന്ന പ്രഖ്യാപനം ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തുന്നത്. ഈ വെടിനിർത്തൽ കരാർ അല്ലെങ്കിൽ താൽക്കാലിക വെടിനിർത്തലോടുകൂടി സമാധാന കരാറിലേക്ക് കടക്കാൻ കഴിയുമെന്നും ഈ 60 ദിവസത്തിനുള്ളിൽ യുദ്ധം അവസാനിപ്പിക്കാൻ സാധിക്കുമെന്നുമാണ് അമേരിക്ക കണക്ക് കൂട്ടിയത്. പക്ഷേ ഇപ്പോഴിതാ ആ സമയക്രമം അമേരിക്കൻ നിയമങ്ങൾക്കനുസരിച്ച് നീട്ടിയെടുക്കാനുള്ള പ്രവർത്തനങ്ങളുമായി ട്രംപ് ഭരണകൂടം മുന്നോട്ട് പോകുന്നു എന്ന് പറഞ്ഞാൽ ഇറാൻ വീണ്ടും ആക്രമണ ഭീഷണിയിലാകുന്നു എന്ന് തന്നെയാണ്.